Hello, welcome to Harvest Online. നമുക്ക് കുറച്ച് ഫങ്ഷൻസിലെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫങ്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇതൊക്കെയാണ്. എന്താ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് അല്ലേ? എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്? വൺ ഫങ്ഷൻ ഉണ്ട്. വൺ ഫങ്ഷൻ്റെ വേറെ പേരെന്താ? വൺ ഫങ്ഷൻ്റെ വേറെ പേരാണ് ഇൻജെക്റ്റീവ് ഫങ്ഷൻ. ഇൻജെക്ഷൻ. വൺ ഫങ്ഷൻ is also called injection. വൺ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലമെൻറ്റ് മാത്രം ഇമേജ് ആയിട്ട് വരിക അല്ലേ? രണ്ട് എലമെൻറ്റിന് ഒരു എലമെൻറ്റ് ഇമേജ് ആയാൽ അത് വൺ അല്ല. ഒരു എലമെൻറ്റ് മാത്രം ഇമേജ് ആയാൽ വി കോൾ ഇറ്റ് വൺ. അപ്പം ഒരാൾ മാത്രം ഇമേജ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് വൺ ഫങ്ഷനാണ്. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ വി കോൾ ഇറ്റ് വൺ. അപ്പം എഫ് ഫ്രം എ ടു ബി വൺ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എന്താണ് ഡെഫിനിഷൻ? വൺ ആവണമെങ്കിൽ എഫ് എന്നുള്ള ഫങ്ഷൻ എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കുള്ള എഫ് എന്നുള്ള ഫങ്ഷൻ വൺ ആവണമെങ്കിൽ എന്താവണം? എന്താ കൺസെപ്റ്റ്? എന്താ വെച്ചാൽ ഇത് എക്സ് ആണെന്ന് വിചാരിക്കാം. എഫ് ആണ് ഫങ്ഷനെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് എഫ് ഓഫ് എക്സ് ആവും. ഇത് വൈ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് എഫ് ഓഫ് വൈ ആവും. അപ്പം ഫങ്ഷൻ ആവണമെങ്കിൽ എന്ന് ബിയിലേക്കുള്ള എഫ് വൺ ആവണമെങ്കിൽ, ആ ഫങ്ഷൻ വൺ ആവണമെങ്കിൽ, അതായത് ഇൻജെക്ഷൻ ആവണമെങ്കിൽ എന്താ കൺസെപ്റ്റ്? ഡെഫിനിഷൻ ഇതാണ്: എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ ആവുന്ന അവസരങ്ങളിലൊക്കെ എക്സും വൈയും സമമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഇത് സംഭവിക്കുമ്പോഴാണ് ഫങ്ഷൻ വൺ ആവുക. അപ്പോൾ വൺ അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഫങ്ഷൻ ഇസ് മെനി വൺ. അപ്പം വണ്ണിൻ്റെ ഓപ്പോസിറ്റാണ് മെനി വൺ ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾ വൺ ഫങ്ഷൻ പഠിച്ചു, മെനി വൺ ഫങ്ഷൻ പഠിച്ചു. മെനി വണ്ണിന് വേറെ ഒരു പേരുമില്ല, മെനി വണ്ണിന് മാത്രമേ ഉള്ളൂ പേര്. വണ്ണിന് വേറെ പേരുണ്ട്. വൺ ഈസ് ഓൾസോ കോൾഡ് ഇൻജെക്ഷൻ. ഇൻജെക്റ്റീവ് മാപ്പ് എന്നും പറയും. വൺ മാപ്പ്, ഇൻജെക്ഷൻ മാപ്പ് അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് മാപ്പ്. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഓൺ ടു മാപ്പ്. എന്താ ഓൺ ടു മാപ്പ് എന്ന് പറഞ്ഞാൽ? ഓൺ ടു മാപ്പിന് വേറൊരു പേരുണ്ട്. എന്താ ഓൺ ടു മാപ്പിൻ്റെ വേറെ പേര്? സർജക്റ്റീവ് മാപ്പ്, സർജക്ഷൻ. ഞാൻ റിവൈസ് ചെയ്യണം, ഒന്നുകൂടി റിവൈസ് ചെയ്യണം. സർജക്റ്റീവ് മാപ്പ്, സർജക്റ്റീവ്. എന്താ ഓൺ ടു മാപ്പിൻ്റെ ഡെഫിനിഷൻ? സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. സാധാരണഗതിയിൽ എഫ് എന്നുള്ള ഫങ്ഷൻ ഇതാണ് എ എങ്കിൽ, ഇതാണ് ബി എങ്കിൽ എഫ് എന്നുള്ള ഫങ്ഷൻ എഫ് എ എന്ന് ബിയിലേക്കാണെങ്കിൽ, ഇഫ് എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ എ ഇസ് കോൾഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫങ്ഷൻ. എഫിൻ്റെ ഡൊമെയിൻ ആണ് എ. ബി ഇസ് കോൾഡ് ദ കോ ഡൊമെയിൻ ഓഫ് ദ ഫങ്ഷൻ. കോ ഡൊമെയിൻ ആണ്. ഈ ബിയുടെ സബ്സെറ്റ് ആയിട്ടുള്ളൊരു സെറ്റ് ഉണ്ടാവും, അതായിരിക്കും ഫങ്ഷൻ്റെ റേഞ്ച്. ഫങ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സുകളുടെ കൂട്ടം, ബിയിലുള്ള എഫ് ഓഫ് എക്സുകളുടെ കൂട്ടം, സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സസ് ഇൻ ബീസ്. ഈ ബി എന്നുള്ള സെറ്റിലുള്ള എഫ് ഓഫ് എക്സുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് ഫങ്ഷൻ എന്ന് പറയുക. അതായത് ഈ റേഞ്ചിൽ എഫ് ഓഫ് എക്സുകളെ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ ഒരാളെടുത്താൽ അത് എഫ് ഓഫ് എക്സിൽ പെട്ട ആളായിരിക്കില്ല. അതായത് ബിയിലുള്ള ആളായിരിക്കും, പക്ഷേ അത് എഫിൻ്റെ ഇമേജ് ആയിട്ടുള്ള ആളായിരിക്കില്ല. അതായത് ഇവിടുത്തെ ഒരാൾക്ക് ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടാവില്ല. ആ അവസരത്തിൽ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴാണ് ഫങ്ഷൻ ഓൺ ടു ആണെന്ന് പറയുക? ഇവിടുത്തെ എല്ലാവർക്കും, കോഡൊമെയിനിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ, അഥവാ കോഡൊമെയിനിലെ എല്ലാ ആൾക്കാർക്കും കോഡൊമെയിനും റേഞ്ചും സമമാകുമ്പോൾ, അതായത് എല്ലാ കോഡൊമെയിനിലെ ആൾക്കാർക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടാവുക. ഓൺ ടുവിന് 3 തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. 3 തരത്തിൽ അതിനെ പറയാം. ഓൺ ടു ഫങ്ഷന് എങ്ങനെയൊക്കെ പറയാം? റേഞ്ച് ഈക്വൽസ് കോഡൊമെയിൻ. ഓൺ ടുവിന് 3 പര്യായങ്ങളുണ്ട്. ഓൺ ടുവിന് ഏതൊക്കെയാണ് 3 പര്യായങ്ങൾ? റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആവുക. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ. ഇതിൽ 3ഉം ഒന്ന് തന്നെയാണ്. 3ഉം ഇക്വാലൻ്റ് ആണെന്ന് പറയാം. 3ഉം ഇക്വാലൻ്റ് ആണ്. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയാൽ ഓൺ ടു ആവും. അല്ലെങ്കിൽ all elements in the codomain has got a
pre-image. All elements in the codomain, കോഡൊമെയിനിലുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്. ഹാസ് എ പ്രീ ഇമേജ്, അല്ലെങ്കിൽ എവറി എലമെൻ്റ് ആക്കാം, ഹാസ് മതി. എവറി എലമെൻറ്റ് ഇൻ ദ കോഡൊമെയിൻ ഹാസ് എ പ്രീ ഇമേജ്. ഇമേജ് IMAGE ആണ് കേട്ടോ, IMAGE, പ്രീ ഇമേജ്. ഓൾ എലമെൻറ്റ്സ് ഇൻ ദ കോഡൊമെയിൻ ഹാസ് ഗോട്ട് എ പ്രീ ഇമേജ്. വേറൊരു പറഞ്ഞാൽ എന്ത് പറയാം? There is no element free in the codomain. കോഡൊമെയിനിൽ ഒരു എലമെൻറ്റും ഫ്രീ അല്ല. നോ എലമെൻറ്റ് ഫ്രീ ഇൻ ദ കോഡൊമെയിൻ. ഇത് മൂന്നും ഒരേ കാര്യമാണ് പറയണത് മനസ്സിലാക്കുക. മൂന്നും ഓൺ ടു ഫങ്ഷൻ്റെ ലക്ഷണങ്ങളാണ്. എന്തൊക്കെയാണ്? റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആവുക. ഇതിലേത് ഒന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യും. No element free in the codomain. എന്താണ്? എവറി എലമെൻറ്റ് ഇൻ ദ കോഡൊമെയിൻ ഹാസ് ഗോട്ട് എ പ്രീ ഇമേജ്. അപ്പോൾ ഓൺ ടു ആണെങ്കിൽ, ഓൺ ടു അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ഇൻ ടു ഫങ്ഷൻ. അപ്പോൾ എന്താ ഇൻ ടു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇഫ് എ ഫങ്ഷൻ ഇസ് നോട്ട് ഓൺ ടു വി കോൾ ഇറ്റ് ഇൻ ടു. അപ്പം ഈ 4 ടൈപ്പിൻ്റെ കോമ്പിനേഷനായി 1 ആണെങ്കിൽ മെനി 1 ആവില്ല, മെനി 1 ആണെങ്കിൽ 1 ആവില്ല. അപ്പോൾ 1 മെനി 1 ഓപ്പോസിറ്റ്സ് ആണ്. അതേപോലെ ഓൺ ടു ആണെങ്കിൽ ഇൻ ടു ആവില്ല, ഇൻ ടു ആണെങ്കിൽ ഓൺ ടു ആവില്ല. കാരണം എന്താ? ഓൺ ടുവും ഇൻ ടുവും ഓപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ എല്ലാ ഫങ്ഷനും ഈ ഫങ്ഷൻസിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് കോമ്പിനേഷൻസ് ഉണ്ടാവുക? അപ്പോൾ 4 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ടാവും. ഏതൊക്കെ 4 ടൈപ്പ് ഫങ്ഷൻസ്? 1 ഓൺ ടു, 1 ഓൺ ടു, പിന്നെ 1 ഇൻ ടു, പിന്നെ മെനി 1 ഓൺ ടു, മെനി 1 ഓൺ ടു, നാലാമത്തെ മെനി 1 ഇൻ ടു. ഇങ്ങനെ 4 ടൈപ്പ് ഫങ്ഷൻസ് ആണ് ആകെയുള്ളത്. 1 മാത്രമായിട്ടൊരു ഫങ്ഷൻ ഇല്ല. ഇറ്റ് ക്യാൻ ബി 1 ഓൺ ടു ഓർ 1 ഇൻ ടു. അതേപോലെ മെനി 1 മാത്രമായിട്ടൊരു ഫങ്ഷൻ ഇല്ല. ഇറ്റ് ക്യാൻ ബി മെനി 1 ഓൺ ടു ഓർ മെനി 1 ഇൻ ടു. അതുപോലെ ഓൺ ടു മാത്രമായിട്ടും ഇല്ല, ഇൻ ടു മാത്രമായിട്ടും ഇല്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് ഫങ്ഷൻസ് ഉണ്ടാവുള്ളൂ. ഈ 1 ഓൺ ടു കൂടി ആയാൽ ഇതിനൊരു പേരുണ്ട്. വി കോൾ ഇറ്റ് ബൈജെക്ഷൻ. ബൈജെക്ഷൻ, ബൈജെക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബൈജക്റ്റീവ് മാപ്പ് എന്ന് പറയും. ക്യാൻ ബി ഐദർ കോൾഡ് ബൈജെക്ഷൻ ഓർ ബൈജക്റ്റീവ് മാപ്പ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം എന്താ ബൈജക്റ്റീവ് മാപ്പ് പറഞ്ഞാൽ? 1 ആസ് വെൽ ആസ് ഓൺ ടു. ഓക്കെ, 1 ഓൺ ടു ആവും. അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ക്ലിയർ ആവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Let f from R to R is defined as f of x equals 3x plus 2. (3x square plus 2). f from R to R is defined as f of x equals 3x square plus 2. Show that f is many 1 into. Show that function is many 1 into. ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അത് മെനി 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ 1 അല്ല എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ഇൻ ടു ആണെന്ന് പറയണം. ഇൻ ടു ആണെന്ന് പറയണമെങ്കിൽ ഇൻ ടു ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ആൻസർ, ആദ്യം 1 ചെക്കാണ് ആദ്യം ചെയ്യേണ്ടത്. 1 ചെക്ക് ചെയ്താൽ 1 ആണെങ്കിൽ ഓക്കെ, 1 അല്ലെങ്കിൽ മെനി 1, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 ആണോ? ഹൗ ടു ചെക്ക് ഇറ്റ് ഈസ് 1. എന്താ 1 ഡെഫിനിഷൻ? എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആയാൽ
അപ്പം എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സും ഈക്വൽ ആയാൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ എക്സ് വൺ ഈക്വൽസ് എക്സ് ടു. അപ്പോൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽസ് എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സും ഈക്വൽ ആണെന്ന് വിചാരിക്കും. സാധാരണ മതി തന്നെ. എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സും ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കണം? എക്സ് വണ്ണും എക്സും ഈക്വൽ ആയാൽ ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയും. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽസ് എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ എന്താ സംഭവിക്കുക? 3x² + 2 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 3y². 3x1² + 2 വിൽ ബി 3x2² + 2 അല്ലേ? 3x1² + 2 3x2² + 2 ആവും. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 3x1 2 ക്യാൻസൽ ആവും. 3x1² ഈക്വൽസ് 3x2². ആ 3 ക്യാൻസൽ ആവും. യു ഗെറ്റ് x1² ഈക്വൽസ് x2². x1² x2² ഈക്വൽ ആയി. നോക്കൂ, ഇത് റിയൽ നമ്പേഴ്സാണ്. ഈ x1ഉം x2ഉം എടുക്കുന്നത് ഈ ഡൊമെയിനാണ്. ഡൊമെയിനിലെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പം x1² x2² ഈക്വൽ ആണ് വെച്ചിട്ട് x1ഉം x2ഉം ഈക്വൽ ആവണമെന്നില്ല. എന്താ കാരണം? ഇത് x1ഉം x2ഉം ഈക്വൽ ആവണമെന്നില്ല. ഡസ് നോട്ട് ഇംപ്ലൈ x1 ഈക്വൽസ് x2. കാരണം എന്താ? x1ൻ്റെ വാല്യൂ -2 ആണെന്ന് വിചാരിക്കും, x2ൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? -2² സമം 2². ഇത് ഓക്കെയാണ്. -2² 4 ആണ്, 2² 4 ആണ്, 4ഉം 4ഉം ഈക്വൽ ആണ്. അപ്പോൾ x1 -2ഉം x2 +2 ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. പക്ഷേ -2ഉം +2ഉം ഈക്വൽ ആണോ? ഡസ് ദാറ്റ് ഇംപ്ലൈ -2 ഈക്വൽസ് 2? ഇത് പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല. കാരണം നെഗറ്റീവ് നമ്പേഴ്സ് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്, x1ഉം x2ഉം നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്, പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? x1² ഈക്വൽസ് x2². കാരണം റിയൽ നമ്പേഴ്സ് നിന്നാണ് x1ഉം x2ഉം എടുക്കുന്നത്. അപ്പോൾ x1² x2² ഈക്വൽ ആണ് വെച്ചിട്ട് x1ഉം x2ഉം ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ x1², അതായത് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആണ് വെച്ചിട്ട് x1ഉം x2ഉം ഈക്വൽ ആവണമെന്നില്ല. എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആണെങ്കിൽ x1 x2 ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ 1 1 എന്ന് പറയുക. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽസ് എഫ് ഓഫ് x2 ഡസ് നോട്ട് ഇംപ്ലൈ x1 ഈക്വൽസ് x2. ദാറ്റ് ഇംപ്ലൈസ് function is not 1 1. Therefore f is not 1 1. Not 1 1 അല്ല. അതുകൊണ്ട് function should be therefore f is many 1. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫംഗ്ഷൻ ഇസ് many 1. ക്ലിയർ ആണോ അത്? റൈറ്റ്. അപ്പോൾ many 1 ആണെന്ന് പ്രൂവ് ചെയ്തു. നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണോ ഇൻ ടു ആണോ? അല്ല, ഇൻ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇൻ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യണം. ഹൗ ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ടു. ഇൻ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഓൺ ടു അല്ലാന്നേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലുണ്ടോ? ഓൺ ടു അല്ലാന്നേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ഓൺ ടു? ഓൺ ടുവിൻ്റെ ചെക്ക് നോക്കാം. എന്താ ഓൺ ടുവിൻ്റെ പറഞ്ഞാൽ? ഓൺ ടുവിൻ്റെ ചെക്കാന്ന് നോക്കണം. ഇൻ ടു ആണെങ്കിലും ഓൺ ടു ആണെങ്കിലും ഓൺ ടുവിൻ്റെ ചെക്കാണ്. ഓൺ ടു അല്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ഇൻ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൺ ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലുണ്ടോ? എപ്പോഴും ഓൺ ടുവിൻ്റെ മുകളിലാണ് പിടുത്തം. ഓക്കെ, ഇത് നന്നായി ശ്രദ്ധിക്കണം. ഓൺ ടുവിൻ്റെ കാര്യത്തിൽ എന്താ ഓൺ ടുവിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് നോക്കൂ, ഇതാണ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. കണ്ടോ? ഡൊമെയിനും റിയൽ നമ്പേഴ്സാണ്, കോ ഡൊമെയിനും റിയൽ നമ്പേഴ്സാണ്. ഇതാണ് ഫംഗ്ഷൻ. എഫ് ഇസ് എ ഫംഗ്ഷൻ. ഇവിടെ നിങ്ങളുടെ ഫംഗ്ഷനാണ്. അതായത് ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ ആ എക്സ് ഇവിടേക്ക് എത്തുമ്പോൾ എന്താവും? എഫ് ക്യാരി ചെയ്യുമ്പോൾ എന്താവും? 3x² + 2 ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1 എന്നുള്ള എലിമെൻറ്റ് ഇവിടെ എത്തുമ്പോൾ എന്താവും? 3 × 1² + 2 5 ആവും. അപ്പോൾ 1 will go to 5. 2 എങ്ങോട്ടേക്കാണ് പോവുക? 2 എന്തിലേക്കാണ് പോകാൻ നോക്കൂ? 2 ഇവിടെ എക്സിന് പകരം 2 കൊടുക്കാം. 2² is 4, 4 3 is 12, 12 + 2 14. ശരിയല്ലേ? 2 will go to 14. അതേപോലെ -1 എങ്ങോട്ടാ പോവാ? -1 5ലേക്കല്ലേ പോവാ? -2 എങ്ങോട്ടാ പോവാ? -2 4ലേക്കല്ലേ പോവാ? അല്ല, 14ലേക്കല്ലേ പോവാ? അപ്പം 1ഉം -1ഉം 5ലേക്കാണ് പോകണം അല്ലേ? അതേപോലെ 2ഉം -2ഉം 40ലേക്കാണ് പോകണം. ഒരു കാര്യം തീർച്ചയായും, ഫംഗ്ഷൻ many 1 ആണ്. അതപ്പോൾ പ്രൂവ് ചെയ്ത മുമ്പേ. പക്ഷേ അങ്ങനെ പറയരുത്, എക്സാമ്പിൾ വെച്ച് പറയരുത്. ഒബ്ജക്റ്റീവ് ടൈപ്പൊക്കെ ആണെങ്കിൽ ഇത് മതി. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദിക്കുമ്പം ഇതിങ്ങനെ തന്നെ പറയണം.
തിയറിറ്റിക്കലി തന്നെ പറയണം. ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ഇത് മതി. 2 1ഉം 5ലേക്ക് പോകാം, -1ഉം 5ലേക്ക് പോകാം, മിനി 1 ആണ്, അത് മതി. പിന്നെ ഓൺ ടു ആണോ ഇൻ ടു ആണോ, അതിന് ഈ എക്സാമ്പിൾ കുറച്ച് പ്രശ്നം വരും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഓൺ ടു ആണോ ഇൻ ടു ആണോ, എന്താ ഓൺ ടുവിൻ്റെയും ഇൻ ടുവിൻ്റെയും പ്രത്യേകത? അവിടുത്തെ എല്ലാവർക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഓൺ ടു ഇൻ ടുവിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് സാധാരണഗതിയിൽ ഓൺ ടു ആണോ ഇൻ ടു ആണോ ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുക? ഇടത്ത ഭാഗം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്, വലത്ത് ഭാഗത്ത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കും, 3x² + 2. അപ്പോൾ എക്സ് എന്ത് തന്നെയായാലും x² പോസിറ്റീവ് ആണല്ലോ. ഇപ്പോൾ 3x² + 2 എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇമേജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും അങ്ങടേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് നമ്പർ ആവില്ലേ? ഇൻഫാക്ട് ഇറ്റ്സ് എ നമ്പർ ബിറ്റ്വീൻ ബിഗർ ദാൻ 2. എന്തായാലും 2ഓ 2നേക്കാൾ ബിഗറോ ആയിരിക്കും. കാരണം എക്സ് 0 ആണെങ്കിൽ ഇവിടുത്തെ 0 എങ്ങോട്ടാ പോവാം? 0 3 × 0² + 2, 0 2ലേക്കേ പോവാം. അപ്പം 0ത്തിൻ്റെ ഇമേജ് ആയിരിക്കും അവിടുത്തെ ഏറ്റവും മിനിമം വാല്യൂ. കാരണം 2നേക്കാൾ കുറയില്ല റേഞ്ചിലുള്ള ഒരാളും. എനിവേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ എല്ലാവരും അവിടേക്ക് പോകുമ്പം പോസിറ്റീവ് ആവും, 2 ആയിരിക്കും. 2ഓ 2നേക്കാൾ ബിഗറോ ആയിരിക്കും എന്തായാലും. അതൊരു കോമൺ സെൻസ് ആണ്, ഞാനത് പ്രോബ്ലം ചെയ്യില്ല, വെറുതെ കോമൺ സെൻസ്. 2ഓ 2 അവൻ ഒരിക്കലും നെഗറ്റീവ് വരില്ല കാരണം 2നേക്കാൾ താഴെയുള്ള നമ്പർ വരില്ല. അതുകൊണ്ട് 3x² + 2 ആകുമ്പം എന്തായാലും ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് 0 ആകുമ്പോൾ വേണമെങ്കിൽ 2 ആവാം. അപ്പോൾ 2ഓ 2നേക്കാൾ ബിഗർ ആയിട്ടുള്ള ഇമേജോ മാത്രമേ വലത്ത് ഭാഗത്ത് ഉണ്ടാവുള്ളൂ ഈ എഫ് ക്യാരി ചെയ്യുന്ന ആൾക്കാരിൽ. അപ്പോൾ അതുകൊണ്ട് 2ൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ടാവും, ഈ പ്രീ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ വലത്ത് ഭാഗത്ത് കുറേ, കാരണം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ വലത്ത് ഭാഗത്ത്, അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഫ്രീ ആയിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ, ഇപ്പോൾ എക്സാമ്പിൾ 1 ഫ്രീ ആയിരിക്കും, 0 ഫ്രീ ആയിരിക്കും, -1 ഫ്രീ ആയിരിക്കും. അവിടുത്തെ റൈറ്റ് സൈഡിലുള്ള എല്ലാ 2നേക്കാൾ താഴെയുള്ള റിയൽ നമ്പേഴ്സും ഇന്നും പ്രീ ഇമേജ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായിരിക്കും, ദർ ആർ ലോട്ട് ഓഫ് എലിമെൻറ്റ്സ് ഫ്രീ ദ കോഡൊമെയ്ൻ. അപ്പോൾ എന്താ പറയുക, ഒരാൾ ഫ്രീ ഉണ്ടായാൽ മതി, ഫംഗ്ഷൻ ഇൻ ടു ആണ് അല്ലേ? എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാകുമ്പോഴാണ് ഓൺ ടു. അപ്പോൾ ഒരാൾ ഫ്രീ എലിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഇൻ ടു ആണ്, അപ്പോൾ ഫംഗ്ഷൻ ഇസ് ഇൻ ടു. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പരീക്ഷയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പരീക്ഷയ്ക്ക് ജനറലി പറയണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പിന് വർക്ക് ചെയ്യും. മെനു ഇത് എന്ത് ടൈപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ -1 × 2 പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിനാണ് മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് തിയറിറ്റിക്കലി പറയുക? അതിൻ്റെ പ്രൊസീജിയർ ശ്രദ്ധിക്കണം. ഈ 3x² + yനെ ഈ 3x² + 2നെ ഞാൻ y-ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. 3x² + 2നെ y-ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് എന്താണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ y-ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. പ്രൊസീജിയറാണ് കേട്ടോ, y-ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സിനെ y-യുടെ ടേമിൽ എഴുതാം. എങ്ങനെ എക്സിനെ y-യുടെ ടേമിൽ എഴുതാം? 3x² y - 2 ആണ്. അപ്പോൾ x² എന്തായിരിക്കും? y - 2/3 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ± y - 2/3. പ്ലസ് ഓർ മൈനസ് ആണത്, പ്ലസ് ഓർ മൈനസ്. അതായത് ഇവിടെ ഒരു y ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ അങ്ങോട്ടുള്ള ഇമേജാണ്, y-യുടെ പ്രീ ഇമേജ്. അപ്പം എക്സിൻ്റെ ഇമേജാണ് 3x² + 2. അതേപോലെ 3x² + 2നെ y ആക്കിയാൽ y-യുടെ പ്രീ ഇമേജ് ആയിരിക്കും ഇത്. എന്താ? √y - 2/3. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, y-ക്ക് 2 പ്രീ ഇമേജ് ഉണ്ട്, അല്ലേ? പ്ലസ് ഓർ മൈനസ് ഇല്ലേ? അതുകൊണ്ട് എന്താണ് അത്? മെനി 1 ആണ്. 2 പ്രീ ഇമേജ് ഉണ്ടാവാൻ പാടില്ല, ഒരാൾക്ക് ഒരു ഇമേജ് തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ. 2 പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ മെനി 1 ആണ്, 2 എലിമെൻ്റ് ഒരു എലിമെൻറ്റിലേക്ക് പോയി. ഓക്കെ, എനിവേ, അപ്പോൾ y-യുടെ പ്രീ ഇമേജ് പ്ലസ് ആയാലും മൈനസ് ആയാലും നമുക്ക് പ്ലസ് ആയിട്ട് വിചാരിച്ചോളൂ. y-യുടെ പ്രീ ഇമേജ് ആണ് √y - 2/3. അപ്പോൾ y-യുടെ പ്രീ ഇമേജ് √y. അപ്പോൾ പ്രീ ഇമേജ് ഓഫ് y is √y - 2/3. ആക്ച്വലി പ്ലസ് ഓർ മൈനസ് ആണ്, പ്ലസ് ഓർ മൈനസ് √y - 2/3. പ്ലസ് ഓർ മൈനസ് ആയിക്കോളൂ, കൺഫ്യൂഷൻ വേണ്ട. പ്ലസ് ഓർ മൈനസ് √y - 2/3. ഇനി ഈ എല്ലാ, ഇപ്പോൾ y ഇവിടുത്തെ ആളാണ്, കോഡ് മെയിനിലെ ആളാണ്. അപ്പോൾ y ഒരു റിയൽ നമ്പർ ആവുമ്പം y - 2 എല്ലാ വൈക്കും എല്ലാ കോഡ് മെയിനിലുള്ള വൈക്കും പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആണ്, ഇല്ലെങ്കിലോ ഇൻ ടു ആണ്. ഓർമ്മയുണ്ടോ? എല്ലാവർക്കും പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്താൽ അത് ഓൺ ടു ആണ്. അപ്പോൾ ഇവിടെ y ആണെങ്കിൽ പ്രീ ഇമേജ് എന്താ? √y - 2/3 ആണ്.
അപ്പോൾ വാട്ട് ഇസ് പ്രീ ഇമേജ്? y മൈനസ് 2/3. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് y മൈനസ് 2/3 എല്ലാ വൈക്കും എക്സിസ്റ്റ് ചെയ്യും. എല്ലാ എക്സിസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഈ റൂട്ട് ഓഫ് y മൈനസ് 2/3 ഈ ഡൊമെയിനിലുള്ള അംഗമാണോ? ഡൊമെയിനിൽ എന്താ? ഡൊമെയിൻ സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് y മൈനസ് 2/3 റിയൽ നമ്പർ ആണോ? y റിയൽ നമ്പർ ആണെങ്കിൽ റൂട്ട് ഓഫ് y മൈനസ് 2/3 റിയൽ നമ്പർ ആണോ എന്നാണ് ചോദ്യം. അതായത് എല്ലാ കോഡൊമെയിനിലുള്ള എല്ലാ വൈക്കും പ്രീ ഇമേജ് ഡൊമെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ കോഡൊമെയിൻ അതെല്ലാ റിയൽ നമ്പർ ആവുന്ന വൈക്ക് റൂട്ട് ഓഫ് y മൈനസ് 2/3 റിയൽ നമ്പർ ആണോ നോക്കാം. നോക്കൂ, റൂട്ട് ഓഫ് y മൈനസ് 2/3 റിയൽ നമ്പർ ആവണമെങ്കിൽ എന്താ നിബന്ധന? ഈ റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? നെഗറ്റീവ് വരരുത്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്താ സംഭവിക്കുക? അത് ഇമാജിനറി നമ്പർ ആവും. ഓർമ്മയില്ലേ? റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ അത് ഇമാജിനറി നമ്പർ ആവും. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പോലെ. അപ്പോൾ ഇത് റിയൽ നമ്പർ ആവണമെങ്കിൽ, അതായത് റൂട്ട് ഓഫ് y മൈനസ് 2/3 റിയൽ നമ്പർ ആവണമെങ്കിൽ വാട്ട്സ് ദ റിക്വയർമെൻറ്റ്? എന്താ റിക്വയർമെൻറ്റ്? റൂട്ട് ഓഫ് y മൈനസ് 2/3 റിയൽ നമ്പർ ആവണമെങ്കിൽ ഈ y മൈനസ് 2 എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. y മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട് ഓഫ് y മൈനസ് 2/3 ബിലോങ്സ് ടു ആർ ഓൺലി വെൻ y മൈനസ് 2 ഈസ് പോസിറ്റീവ്. കാരണം y മൈനസ് 2 പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ബൈ 3 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ പോസിറ്റീവ് നമ്പർ ഡിഫൈൻഡ് ആണ്, റിയൽ നമ്പറാണ്. അപ്പം ഇത് എല്ലായ്പ്പോഴും അതായത് y 2 ബിഗർ ആവുന്ന സമയത്ത് മാത്രമേ ഇതെന്താവുള്ളൂ? റിയൽ നമ്പർ ആവുള്ളൂ. അപ്പോൾ y 2 ബിഗർ ആവുമ്പോൾ മാത്രമേ ആ വൈക്ക് മാത്രമേ ഇപ്പുറത്ത് എന്തുണ്ടാവുള്ളൂ? പ്രീ ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? എല്ലാ വൈക്കും, കോഡൊമെയിനിലുള്ള എല്ലാ വൈക്കും പ്രീ ഇമേജ് ഇല്ല. ഏതൊക്കെ വൈക്കേ പ്രീ ഇമേജ് ഉള്ളൂ? 2 ബിഗറോ ആയിട്ടുള്ള കോഡൊമെയിനിലുള്ള വൈക്ക് മാത്രമേ ഡൊമെയിനിൽ പ്രീ ഇമേജ് ഉള്ളൂ. മനസ്സിലുണ്ടോ? അപ്പോൾ നമുക്കെന്ത് പറയാം? റൂട്ട് ഓഫ് y മൈനസ് 2/3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ എവറി y ഇൻ ദ കോഡൊമെയിൻ. അല്ലേ? എല്ലാ വൈക്കും വർക്ക് ചെയ്യില്ല. ഏതൊക്കെ വൈക്കേ വർക്ക് ചെയ്യുള്ളൂ? 2 ബിഗർ ആയിട്ടുള്ള വൈക്ക് മാത്രമേ റൂട്ട് ഓഫ് y മൈനസ് 2/3 ഇപ്പുറത്ത് റിയൽ നമ്പർ ആവുള്ളൂ. അപ്പോൾ എല്ലാ വൈക്കും ഇപ്പുറത്ത് റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. കാരണം എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിലേ ഓൺ ടു ആവുള്ളൂ. അപ്പോൾ എല്ലാ വൈക്കും ഇപ്പുറത്തെ പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു, ഹെൻസ് എ ഫംഗ്ഷൻ ഇസ് ഇൻ ടു. മനസ്സിലാവട്ടെ? ദെർഫോർ അപ്പോൾ എന്താണെന്ന് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം? എന്താണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് ആ വൈനെ എക്സിന് വൈയുടെ ടേമിൽ എഴുതാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓൺ ടു പറയണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് y ബിലോങ്സ് ടു ആർ ദ കോഡൊമെയിൻ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കോഡൊമെയിനിൽ ഒരു y എടുക്കുക. യു ടേക്ക് എ y ഇൻ ദ കോഡൊമെയിൻ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ? ഒന്ന്, take a y in the codomain. Take a y, just a y, arbitrary y. എന്താണ്? തോന്നിയൊരു y. കോഡൊമെയിനിലൊരു y എടുക്കുക. ഇവിടെ കോഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോഡൊമെയിനിലൊരു y എടുക്കുക. എന്നിട്ട് ആ വൈനെ എന്ത് ചെയ്യണം? എന്താണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിലേക്ക് വൈനെ ഇക്വേറ്റ് ചെയ്യാം. ആ ഫംഗ്ഷനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് എക്സിനെ വൈയുടെ ടേംസിൽ എഴുതാം. അപ്പോൾ എക്സിന് വൈയുടെ ടേംസിൽ എഴുതുമ്പോൾ എന്താ കൺസെപ്റ്റ്? വൈയുടെ പ്രീ ഇമേജ് ആയിരിക്കും ആ സാധനം. വൈയുടെ റൂട്ട് ഓഫ് y മൈനസ് 2/3 ആയിരിക്കും വൈയുടെ പ്രീ ഇമേജ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എക്സ് ഇവിടെ എത്തുമ്പം എന്താ ചെയ്യണേ? സ്ക്വയർ ചെയ്തു, 3 മൾട്ടിപ്ലൈ ചെയ്തു, 2 കൂട്ടി. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക? 2 കുറയ്ക്കുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. അതല്ലേ ഇപ്പോൾ ചെയ്ത് കണ്ടോ? ഈ കോൺവേഴ്സ് എങ്ങനെയാണ്? റിവേഴ്സ് മാപ്പ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വൈയുടെ പ്രീ ഇമേജ് ആണ് റൂട്ട് ഓഫ് y മൈനസ് 2/3 അല്ലേ? വൈയുടെ പ്രീ ഇമേജ് റൂട്ട് ഓഫ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ y ഒരു റിയൽ നമ്പർ ആണെങ്കിൽ, y അവിടെ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിന് എല്ലാ റിയൽ നമ്പറിനും ഇപ്പുറത്തെ പ്രീ ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വൈയുടെ പ്രീ ഇമേജ് ഇതാണ്. അപ്പോൾ എല്ലാ വൈക്കും
whenever y is a real number, root of y minus 2 by 3 റിയൽ നമ്പർ ആണോ? അല്ല എന്നാണ് ഉത്തരം. കാരണം എന്താ? റിയൽ നമ്പർ ആവണമെങ്കിൽ y 2നേക്കാൾ ബിഗർ ആവുന്ന സമയത്ത് മാത്രമേ റൂട്ട് ഓഫ് y മൈനസ് 2 ബൈ 3 റിയൽ നമ്പർ ആവുള്ളൂ. അപ്പോൾ എല്ലാ വൈക്കും ഈ വൈക്ക് പ്രീ ഇമേജ് ഇല്ല. റൂട്ട് ഓഫ് y മൈനസ് 2 ബൈ 3 റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് എല്ലാ വൈക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. Therefore f is not on 2. Therefore f is into. Therefore f is into. അപ്പോൾ ഫംഗ്ഷൻ ഇസ് മെനി 1 into. ക്ലിയർ ആണോ അത്? റൈറ്റ്. ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതാണ് ചോദ്യം. ഇതേ ചോദ്യമാണ്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽസ് 4x² + 9. ഈ ഫംഗ്ഷൻ എന്തായിരിക്കും എന്ന ചോദ്യം. ഈ ഫംഗ്ഷൻ്റെ ടൈപ്പ് എന്താണ്? കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർ ടു ആർ ആണ്. ഇവിടെ x² ആയതുകൊണ്ട് മിനിമം വാല്യൂ റൈറ്റ് സൈഡിൽ 9 ആയിരിക്കും. അപ്പോൾ എപ്പോഴും വലത്ത് ഭാഗത്ത് 9 9നേക്കാൾ ബിഗറോ ആയിരിക്കും. അപ്പോൾ എന്തായാലും രണ്ടാൾക്കാർ ഇപ്പം 1ഉം -1ഉം ഇപ്പം x 1 ആയാൽ 4 + 9 ആണ്, 13 ആണ് ഇമേജ്. x -1 ആയാലും 13 ആണ്. അപ്പോൾ 1നും -1നും 13 ആണ് ഇമേജ്. അതുകൊണ്ട് അത് മെനി 1 ആണ്. പിന്നെയോ വലത്ത് ഭാഗത്ത് 9 9നേക്കാൾ ചെറുതായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വലത്ത് ഭാഗത്ത് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ എന്താ? ഇൻറ്റു ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ? മെനി 1 ഇൻറ്റു ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് ഷോ ദാറ്റ് എഫ് ഇസ് മെനി 1 ഇൻറ്റു. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക ഒറ്റയ്ക്ക്. അത് ഞാൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ചോദ്യമാണ് പ്രധാനം. ഷോ ദാറ്റ് ഫംഗ്ഷൻ ഇസ് മെനി 1 ഇൻറ്റു. മെനി 1 ഇൻറ്റു ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം 1 1 ആണെന്ന് ചെക്ക് ചെയ്ത് 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യുക, പിന്നെ ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യുക. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക. ഓക്കെ, ഫംഗ്ഷൻ ഇസ് മെനി 1 ഇൻറ്റു. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണേ. ഫംഗ്ഷൻ ഇസ് മെനി 1 ഇൻറ്റു. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേപോലെ ഇതും ചെയ്താൽ മതി. 1 1 ആണെന്ന് വിചാരിക്കുക. 4x എഫ് ഓഫ് x 1ഉം എഫ് ഓഫ് x 2ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4x1² + 9 = 4x2² + 9. 9 9 വെട്ടിപ്പോവും, 4 4 വെട്ടിപ്പോവും. x1² x2² ഈക്വൽ ആവും. അത് x1 = x2 എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ 1 1 അല്ല. ഇനി ഓൺ ടു എന്ന് പറയാം. y ഒരു കോഡ് മേലിൽ ഒരാളെടുക്കുക. 4x² + 9 y-ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എക്സിനെ y-യുടെ ടേമിൽ എഴുതുക. ഇറ്റ് വിൽ ബി എന്താ കിട്ടുക? y - 9/4 റൂട്ടാണ് വരിക. അപ്പോൾ y - 9/4 എല്ലാ y എന്നുള്ള റിയൽ നമ്പറിനും റൂട്ട് ഓഫ് y - 9/4 റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാ വൈക്കും ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ല. ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു, ഹെൻസ് ഫംഗ്ഷൻ ഇസ് ഇൻ ടു. കഴിഞ്ഞ അതേമാതിരി ചെയ്ത് നോക്കാം. ഞാനത് ചെയ്യുന്നില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. ഈ ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ നോക്കൂ, നമ്മളിപ്പം കുറച്ചു മുമ്പേ പറഞ്ഞു. ഇപ്പം 1 1ൻ്റെ ഡെഫിനിഷൻ എന്താ? എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 എന്ന് അസ്യൂം ചെയ്യാം അല്ലേ? അപ്പോൾ എന്താ വരിക? നമുക്കിങ്ങനെ വരും. 4x1² + 9 = 4x2² + 9 വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് സ്പീഡിൽ എഴുതുന്നത്. 9 9 can be cancelled. അപ്പോൾ 4x1² 4x2² ഈക്വൽ ആവും. അപ്പോൾ 4 4 വെട്ടിപ്പോയാൽ x1² x2² ഈക്വൽ ആവും. ശ്രദ്ധിക്കുക. ഇനി ഈ x1ഉം x2ഉം എവിടുത്തെ ആളാണ്? ഡൊമെയിനിലെ ആളാണ്. റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് എന്ത് ഇംപ്ലൈ ചെയ്യാത്തത്? x1ഉം x2ഉം ഈക്വൽ ആയിട്ട് ഇംപ്ലൈ ചെയ്യാത്തത്. ഇവിടെ x1ഉം x2ഉം x1² = x2² ഡസ് നോട്ട് ഇംപ്ലൈ x1 = x2 പറയാൻ കാരണം എന്താ? x1ഉം x2ഉം നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട്. കാരണം റിയൽ നമ്പേഴ്സാണ് എടുക്കണം അല്ലേ? അപ്പം ചോദ്യം ഇതാണ്, ഇത് ഇംപ്ലൈസ് x1 = x2 എന്ന് പറയണമെങ്കിൽ ഇതിങ്ങനെ ആകുമ്പോഴല്ലേ ഫംഗ്ഷൻ 1 1 ആവുക. അപ്പോൾ ഇത് ഇംപ്ലൈസ് x1 = x2 പറയാൻ പറ്റണമെങ്കിൽ ഈ ഡൊമെയിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി? ഈ ഡൊമെയിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഫംഗ്ഷൻ 1 1 ആവും? അപ്പം 1 1 ആവണമെങ്കിൽ എപ്പോഴും ഡൊമെയിനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒരു ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ ഡൊമെയിൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് എന്നാണ് വേർഡ്. ഡൊമെയിൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് സൂട്ടബിൾ ആയിട്ട് ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ ഫംഗ്ഷൻ 1 1 ആക്കാം. എങ്ങനെ 1 1 ആക്കാം? നോക്കൂ, x1² = x2². ഇവിടെ ഇംപ്ലൈ ചെയ്യണം x1 = x2 എന്ന് ഇംപ്ലൈ ചെയ്യണം. x1ഉം x2ഉം ഇംപ്ലൈ ചെയ്യണമെങ്കിൽ x1ഉം x2ഉം എന്താവാനുള്ള സാധ്യത x1ഉം x2ഉം നെഗറ്റീവ് ആവാനുള്ള പോസിബിലിറ്റി എടുത്ത് കളഞ്ഞാൽ പോരെ? ഈ x1ഉം x2ഉം നെഗറ്റീവ് ആവുന്ന സമയത്താണല്ലോ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം x1 -2 ആവാം, x1 +2 ആവാം. അപ്പോൾ ഇത് -2² 2² ഈക്വൽ ആണെന്ന് വെച്ചിട്ട് -2ഉം 2ഉം ഈക്വൽ ആവില്ല. പക്ഷേ ഇത് x1ഉം x2ഉം പോസിറ്റീവേ ആവുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം x1² = x2² ഷുഡ് ഇംപ്ലൈ x1 = x2.
അപ്പോൾ x1 ഉം x2 ഉം നെഗറ്റീവ് ആവുന്ന സന്ദർഭങ്ങളെ ഒഴിവാക്കിയാൽ x1² = x2² വിൽ ബി ഈക്വൽ ടു x1 = x2. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, f is many 1, ഷോ ദാറ്റ് f is many 1 into. നമ്മൾ ഇങ്ങനെ ഈ ചോദ്യം ഒന്നായിട്ട് നോക്കാം. നോക്കൂ, ഈ ഫംഗ്ഷൻ 1 ആവണമെങ്കിൽ ഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം, ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇൻ ഓർഡർ ടു മേക്ക് ദ ഫംഗ്ഷൻ f11, ഡൊമെയിൻ ഓഫ് f ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ഡാഷ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്താലാണ് ഫംഗ്ഷൻ 11 ആവുക. എങ്ങനെ ചെയ്യാൻ നിങ്ങളൊന്ന് പറയൂ. സിമ്പിളാണ്. അപ്പം ഇത് നമ്മൾ ചെയ്തു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു മേക്ക് ദ ഫംഗ്ഷൻ f11, ഡൊമെയിൻ ഓഫ് f ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ഡാഷ്. ഇതാണ് ചോദ്യം. എന്താ നിങ്ങൾ ചെയ്യാം? അപ്പോൾ 11 ആവണമെങ്കിൽ ഉള്ള റിക്വയർമെൻറ്റ് പറയാം. എന്താ 11 ആവണമെങ്കിലുള്ള റിക്വയർമെൻറ്റ്? ലെറ്റ് f of x1 equals f of x2. That will imply 4x1² plus 9 equals 4x2² plus 9. 9 വെട്ടി പോയി. 4x1² equals 4x2². 4 വെട്ടി. That implies x1² equals x2². This will imply x1 equals x2 only when x1 comma x2 are positive or greater than or equal to 0. That means domain should be set of all non-positive real numbers including 0. അല്ലേ? 0 ആയതുകൊണ്ട് കുഴപ്പമില്ല, നെഗറ്റീവ് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് all non-negative real numbers. അപ്പോൾ x1ഉം x2ഉം നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് എന്ന് എടുക്കുമ്പം ഇത് ഇംപ്ലൈ ചെയ്യും. x1² equals x2² implies x1 equals x2. അപ്പോൾ ഫംഗ്ഷൻ 11 ആവണമെങ്കിൽ x1ഉം x2ഉം എവിടെ നിന്ന് എടുക്കണം? ആൾക്കാരെ ആർന്ന് എടുത്താൽ പോരാ, നെഗറ്റീവ് ആയിട്ടുള്ള 6 ഒഴിവാക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള 6 എങ്ങനെ ഒഴിവാക്കുക? 0 ആവാം, 0-ത്തേക്കാൾ ബിഗർ ആയിട്ടുള്ള റിയൽ നമ്പർ ആവാം. 0 ആവാം, 0-ത്തേക്കാൾ ബിഗർ ആയിട്ടുള്ള റിയൽ നമ്പർ ആവാന്ന് പറഞ്ഞാൽ എന്താ? അത് ഏതാ സെറ്റ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0-infinity. It should be non-negative real numbers. ഇതാണ് non-negative ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം non-negative റിയൽ നമ്പേഴ്സ് ആവുമ്പോൾ ക്ലോസ് 0-infinity. ക്ലോസ് 0-infinity ആണ്. മനസ്സിലായത്? അപ്പം ഡൊമെയിൻ ഷുഡ് ബി. അപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ, നിങ്ങൾ 11 ആവുമ്പോൾ എപ്പോഴും ഡൊമെയിനാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. ഓൺ ടു ആവണമെങ്കിൽ റേഞ്ചാണ്, കോഡൊമെയിനാണ് റേഞ്ചിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. അങ്ങനെ ആലോചിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡൊമെയിൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു 0-infinity. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ കോഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം? ഇതാണ് ചോദ്യം. ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ, ഇൻ ഓർഡർ ടു മേക്ക് ദ ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ കോഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന ചോദ്യം. നോക്കൂ, ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ എന്താ നമ്മൾ പറഞ്ഞത്? എന്താ ഓൺ ടുവിൻ്റെ ഡെഫിനിഷൻ? ഇവിടുത്തെ കോഡൊമെയിനിലുള്ള എല്ലാവർക്കും എന്തുണ്ടാവുക? പ്രീ ഇമേജ് ഉണ്ടാവുക. കോഡൊമെയിനിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ കോഡൊമെയിൻ നോക്കൂ, നമ്മൾ കുറച്ച് മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. ഇത് എക്സ് ആണ്, ഇത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. ഇത് ശ്രദ്ധിക്കണം, റിയൽ നമ്പേഴ്സാണ്. ഇതും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഇതാണെങ്കിൽ എക്സ് എന്നുള്ള എലമെൻറ്റ് ഇവിടേക്ക് പോകുമ്പോൾ എന്താ വാല്യൂ വരിക? 4x² plus 9 ആണ് വരിക, അല്ലേ? 4x² plus 9 ആണ്. അപ്പം ഇതിലൊരു y എടുക്കാം, ഓൺ ടുവിൻ്റെ പരിപാടി എടുക്കാം. ടേക്ക് എ y. ഇവിടെ ഒരു y എടുത്താൽ ആ വൈയുടെ പ്രീ ഇമേജ് എന്തായിരിക്കും? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. വൈയുടെ പ്രീ ഇമേജ് എങ്ങനെയാണ് കാണുക? 4x² plus 9 വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഒന്ന് പറയും നിങ്ങൾ, 4x² plus 9 വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? x² എന്താവും? y - 9/4 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? +or - √(y
y മൈനസ് 9/4 ആവും. അപ്പോൾ വൈയുടെ പ്രീ ഇമേജ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് y മൈനസ് 9/4 ആണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ y ഒരു റിയൽ നമ്പർ ആണെങ്കിൽ y മൈനസ് 9/4 എപ്പോഴും റിയൽ നമ്പർ ആണോ ചോദിച്ചാൽ വാട്ട് ഇസ് ദ ആൻസർ? അല്ല എന്നാണ് ഉത്തരം. എന്താണ്? y 9ഓ 9നേക്കാൾ ബിഗറോ ആണെങ്കിൽ മാത്രമേ y മൈനസ് 9/4 റിയൽ നമ്പർ ആവുള്ളൂ. ശ്രദ്ധിക്കുക, y 9ഓ 9നേക്കാൾ ബിഗറോ ആണെങ്കിൽ മാത്രമേ y മൈനസ് 9/4 റിയൽ നമ്പർ ആവുള്ളൂ. എന്താ കാരണം? y 9നേക്കാൾ കുറവായാൽ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരും. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ അത് ഇമാജിനറി നമ്പറാണ്, കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് റിയൽ നമ്പർ അല്ലാതെ ആവും. അപ്പോൾ y എല്ലാ റിയൽ നമ്പർ ആവുന്ന yക്കും പ്രീ ഇമേജ് ഇല്ല. അത് നമ്മൾ ഓൺ ടുവിൻ്റെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ yക്ക് പ്രീ ഇമേജ് ഉണ്ടാവുന്ന അവസരങ്ങൾ, എല്ലാ yക്കും പ്രീ ഇമേജ് ഉണ്ടാവുന്ന അവസരങ്ങളിൽ മാത്രമേ എന്താവുള്ളൂ, ഫംഗ്ഷൻ എന്താവുള്ളൂ, ഓൺ ടു ആവുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ കോഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന ചോദ്യം. എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം? ഈ y എടുക്കുന്ന y എന്താവണം? 9നേക്കാൾ കുറയരുത്. മനസ്സിലുണ്ടോ? ഈ y 9നേക്കാൾ കുറഞ്ഞാൽ എന്താവും അല്ലേ? അപ്പോൾ y 9നേക്കാൾ കുറവാവാത്ത, അതായത് റൂട്ട് ഓഫ് y മൈനസ് 9/4 ഹാപ്പൻ റിയൽ നമ്പർ വർക്ക് ചെയ്യുന്ന y മാത്രം എടുക്കാം. റൂട്ട് ഓഫ് y മൈനസ് 9/4 വർക്ക് ചെയ്യുന്ന y ഏതാ? അതായത് റൂട്ട് ഓഫ് y മൈനസ് 9/4 റിയൽ നമ്പർ ആവുന്ന y ഏതാ? It is a real number for all y which is bigger than or equal to 9. 9ഓ 9നേക്കാൾ ബിഗറോ ആണെങ്കിൽ മാത്രമേ y റൂട്ട് ഓഫ് y മൈനസ് 9/4 റിയൽ നമ്പർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ കോഡൊമെയിൻ ഈ ആറിന് പകരം നമ്മൾ ഇങ്ങനെ എടുത്താൽ 9 ഇൻഫിനിറ്റി എടുത്താൽ എന്താ സംഭവിക്കുക? ഇൻസ്റ്റെഡ് ഓഫ് ആർ കോഡൊമെയിനിലെ ആറിന് പകരം 9 ഇൻഫിനിറ്റി എടുക്കാം. 9 ഇൻഫിനിറ്റി എടുത്താൽ എന്താ വയ്ക്കുക? ഈ 9 ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് 9 ഇൻഫിനിറ്റി. 9ഉം 9നേക്കാൾ ബിഗർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ്. അപ്പം 9 ഇൻഫിനിറ്റി എടുക്കുന്ന y എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ 9 ആയിരിക്കും, അല്ലെങ്കിൽ 9നേക്കാൾ ബിഗർ ആയിരിക്കും, ഉറപ്പാണ്. ഇഫ് യു ടേക്ക് എ y in the half open interval 9 ഇൻഫിനിറ്റി, ആ y എന്തായിരിക്കും? എന്തായാലും 9നേക്കാൾ ബിഗർ ആയിരിക്കും. അപ്പോൾ എന്തായാലും 9നേക്കാൾ ബിഗർ ആയതുകൊണ്ട് എന്തായിരിക്കും? y മൈനസ് 9/4 എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. അപ്പം ഇഫ് യു ടേക്ക് ദോസ് y's വിച്ച് ഇസ് ബിഗർ ദാൻ 9 ഇൻഫിനിറ്റി, ഇപ്പുറത്തെ പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഓൺ ടു ആവും. അപ്പോൾ കോഡൊമെയിൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം? കോഡൊമെയിൻ പണ്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുക, 9 ഇൻഫിനിറ്റിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ടു 9 ഇൻഫിനിറ്റി. It should be restricted to 9 infinity. Clear ആണോ? 9 infinity. അപ്പോൾ ഷോ ദാറ്റ് എഫ് ഫ്രം 0 ഇൻഫിനിറ്റി ടു 9 ഇൻഫിനിറ്റി. അപ്പോൾ നോക്കൂ, 0 ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ ഡൊമെയിൻ 0 ഇൻഫിനിറ്റി ആയി. അപ്പം നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യാം. അടുത്ത നാലാമത്തെ ചോദ്യം ഒന്ന് നോക്കൂ പ്ലീസ്. അപ്പോൾ ഇത് ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ല, ഡൊമെയിൻ 0 ഇൻഫിനിറ്റി, കോഡൊമെയിൻ 9 ഇൻഫിനിറ്റി. അങ്ങനെ ആകുമ്പോൾ എന്താവും? 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. 1 ആവാൻ കാരണം ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തു. കോഡൊമെയിൻ ആണ് ഓൺ 2 ആവാൻ കാരണം കോഡൊമെയിൻ റേഞ്ചിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു. റേഞ്ച് 9 ഇൻഫിനിറ്റി ആണ് അല്ലേ? അപ്പം അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്താൽ എന്താവും? അത് 1 ഓൺ 2 കൂടെ ആവും. 1 ഓൺ 2 ആയാൽ എന്താവും? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവും. അപ്പോൾ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം 2 പ്രോബ്ലംസ് കൂടി ക്ലബ് ചെയ്താൽ മതി. എന്താ? 0 ഇൻഫിനിറ്റി ആയതുകൊണ്ട് 1 ആണ്, 9 ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് പറയാം റൂട്ട് ഓഫ് y മൈനസ് 10/4. y 9നേക്കാൾ ബിഗർ ആയതുകൊണ്ട് റൂട്ട് ഓഫ് y മൈനസ് 10/4 എപ്പോഴും റിയൽ നമ്പറാണ്. അപ്പോൾ whenever y is bigger than or equal to 9, root of y minus 10/4 is always a real number. Therefore, for all y in the codomain, it is 9 infinity, there is a pre-image. But the function is onto. The function is 1 as well as onto. Hence, it is bijective. Clear? Okay. Hence, find f inverse. എങ്ങനെയാണ് f inverse കാണുക? ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ അത് ബൈജക്റ്റീവ് ആവണം. നമ്മൾ പഠിച്ചതാണത്. എ ഫംഗ്ഷൻ ഹാസ് എൻ ഇൻവേഴ്സ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. അതിൻ്റെ കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ? എന്താ കാരണം? ഇപ്പം ഒരു ഫംഗ്ഷൻ ഇങ്ങനെ വെച്ചോളൂ. ദ ഫംഗ്ഷൻ ഇസ് ഇങ്ങനെ വെച്ചോളൂ. ഇത് എ നിന്ന് ബിയിലേക്കാണ്.
ഇവിടെ ആൾ ഫ്രീ ആണ്. ഇവിടെ ആൾ ഫ്രീ ആണെങ്കിൽ ഇതെന്ത് ഫംഗ്ഷനാണ്? 1 1 into ആണ്. 1 1 into ആണ്. അപ്പോൾ ഇത് തിരിച്ചിട്ടാൽ ഇതിപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എങ്കിൽ അങ്ങോട്ടാണ് ഏരോ എങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ അത് തിരിച്ചിട്ടാൽ എന്താവും? ഇപ്പുറത്താവും ബി, അപ്പുറത്താവും എ അല്ലേ? ഇത് തിരിച്ചിട്ടാൽ എങ്ങനെയാവും? ഇങ്ങനെയാവും ബി, ഇത് ബി 1 2 3. അപ്പോൾ ഇവിടെ ഫ്രീ എലമെൻ്റ് ഉണ്ടാവും, ഇവിടെ എ ആവും. അപ്പോൾ തിരിച്ചിട്ടാൽ ഇത് എഫ് ഇൻവേഴ്സ് ആയിരിക്കും, എഫ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ കണ്ടോ ഇവിടെ ഫ്രീ എലമെൻ്റ് ഉണ്ട്, ഒരാൾ ഫ്രീ ഉണ്ട്. അപ്പോൾ ഒരാൾ ഫ്രീ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ തന്നെ ആവില്ല, ഫംഗ്ഷൻ തന്നെ ആവില്ല. കാരണം അടുത്ത ഭാഗത്ത് ഫ്രീ എലമെൻ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മെനി വൺ ഇൻടു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അതേപോലെ ഇപ്പം മെനി വൺ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ വെച്ചോളൂ, മെനി വൺ ഓൺ ടു വെച്ചോളൂ, മെനി വൺ ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാവും. തിരിച്ചിട്ട് ഒരാൾക്ക് 2 ഇമേജ് വരും. ഇങ്ങനെയാണെങ്കിൽ ഇത് മെനി വൺ ഇൻറ്റു ആണ്. അപ്പം ഒരാൾക്ക് 2 ഇമേജ് ഉണ്ടാവും, അടുത്ത ഭാഗത്ത് ഫ്രീ എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെങ്കിൽ എന്താവണം? അത് 1 1 ആവണം, ഓൺ ടു ആണ്. 1 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷന് മാത്രമേ എന്താവുള്ളൂ? ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. എന്താണ് അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ചോദ്യം? ഇൻവേഴ്സ് കാണാനുള്ള പ്രൊസീജിയർ ഇതാണ്. ഹൗ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ്? ഇൻവേഴ്സ് കാണാൻ ഇത്രയേ ഉള്ളൂ. 4x² പ്ലസ് നമ്മൾ കുറച്ചും ചെയ്താൽ മതി. 4x + 9 എന്താണോ ഫംഗ്ഷൻ അതിനെ വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇതാണ് എക്സ് എങ്കിൽ ഇതാണ് വൈ. എന്നിട്ട് എക്സിന് വൈയുടെ ടേമിൽ എഴുതാം. എന്താ എക്സിൻ്റെ വൈയുടെ വാല്യൂ? എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? അപ്പോൾ ഇത് ഇടത്ത് ഭാഗത്ത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, അല്ല സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ല, ഇറ്റ് ഇസ് 0 ഇൻഫിനിറ്റി. ഇവിടെ 0 ഇൻഫിനിറ്റി ആണ്. ഇതോ റൈറ്റ് സൈഡിലുള്ള എലമെൻ്റ് എന്താ? ഇറ്റ് ഇസ് 9 ഇൻഫിനിറ്റി. 9 R2 R അല്ല കേട്ടോ, 9 ഇൻഫിനിറ്റിയും ഇത് 9 ഇൻഫിനിറ്റിയും 0 ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് ടേം, ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ എഫ്. ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതിവിടെ എത്തുമ്പം 4x² + 9 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ വൈ ആണെങ്കിൽ, ഇവിടെ വൈ ആണെങ്കിൽ വൈയുടെ ഇപ്പുറത്തുള്ള ഇമേജ് എന്തായിരിക്കും എന്ന് നോക്കണം. അപ്പോൾ വൈക്ക് നമുക്ക് നോക്കൂ, എക്സിൻ്റെ വൈയുടെ ടേമിൽ എഴുതിയാൽ എന്താ വരിക? ഇറ്റ് ഇസ് y - 9/4 അല്ലേ? x² വാല്യൂ y - 9/4 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? +or - y - 9/4. ശരിയല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ വൈയുടെ പ്രീ ഇമേജ് ആണ്, ഈ വൈയുടെ പ്രീ ഇമേജ് ആണ് +or - y - 9/4. വൈയുടെ പ്രീ ഇമേജ് ആണ്, എക്സിൻ്റെ ഇമേജ് ആണ് 4x² + 9. വൈയുടെ പ്രീ ഇമേജ് ആണ് √y - 9/4. അപ്പോൾ പ്ലസ് 2 വാല്യൂസ് ഉണ്ട്. ഓക്കെ, +√y - 9/4, -√y - 9/4. ഇവിടെ വൈയുടെ പ്രീ ഇമേജ് ഇവിടെയാണല്ലോ ഉള്ളത്. എല്ലാ വൈക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം, അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് 0 ഇൻഫിനിറ്റി ആണ്. 0 ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ പ്രത്യേകത? 0 ഇൻഫിനിറ്റി ആണ്, പോസിറ്റീവ്, നെഗറ്റീവ് ഇല്ല, 0 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ പോസിറ്റീവേ ആവുള്ളൂ. അപ്പം ഈ നെഗറ്റീവ് √y ഇത് എടുക്കാൻ പാടില്ല. എന്താ കാരണം? ഇത് നെഗറ്റീവ് ആണല്ലോ, നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ എടുക്കാൻ പാടില്ല. അപ്പം ഇത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പം വാട്ട് ഇസ് അപ്പോൾ +or - ഏത് എടുക്കണം എന്നുള്ളത് ഈ ഡൊമെയിൻ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. മനസ്സിലായോ? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ വൈയുടെ പ്രീ ഇമേജ്, ഇവിടുന്ന് വൈയുടെ പ്രീ ഇമേജ് എന്തായിട്ട് കിട്ടുക? +or - കിട്ടിയെങ്കിൽ കൂടി ഡൊമെയിൻ 0 ഇൻഫിനിറ്റി ആയതുകൊണ്ട് നെഗറ്റീവ് ഓഫ് √y - 9/4 പോസിബിൾ അല്ല. അപ്പോൾ വാട്ട് ഈസ് ദ പ്രീ ഇമേജ് ഓഫ് y? ഇറ്റ് ഈസ് √y - 9/4. മനസ്സിലായോ? അപ്പോൾ പ്രീ ഇമേജ് ഓഫ് y 9/4 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രീ ഇമേജ് ഓഫ് y √y - 9/4 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? എഫ് ഇൻവേഴ്സ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫംഗ്ഷൻ എഫ് ആണല്ലോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫംഗ്ഷൻ എഫ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ യു ക്യാൻ സേ എഫ് ഇൻവേഴ്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആണിത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് y ആയിരിക്കും ഇത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് y ആണ് എന്ത്? √y - 9/4. അപ്പം ഇങ്ങനെ എഴുതാം. അല്ല, അപ്പം ഇവിടെ y ആണെങ്കിൽ ഇവിടെ y ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് z എന്തായിരിക്കും? z - 9/4. എഫ് ഇൻവേഴ്സ് t എന്തായിരിക്കും? t - 9/4. അവിടെ വേരിയബിളിന് വലിയ പ്രസക്തിയില്ല. വാട്ട് ഇസ് എഫ് ഇൻവേഴ്സ് ഓഫ് x? ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇറ്റ് ഇസ് √x - 9/4. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഇസ് എഫ് ഇൻവേഴ്സ് = √x - 9/4. അതാണ് ചോദ്യം. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ.